കഴിക്കാൻ എന്തെങ്കിലും കണ്ണം പൊടിക്കും. ഓ വാവ്, ഈ വാച്ച് ആരുതാടി? എന്ത് ഭംഗിയാ കാണാൻ. ഇതൊരു ലക്ഷറി വാച്ചാണെന്ന് തോന്നുന്നു. ബൈ ദ വേ കുഞ്ഞിന് നല്ല പനിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഞാൻ വീണ്ടും അങ്ങനെ ഹെയർ കട്ട് ചെയ്തല്ലോ. ഹാപ്പി ന്യൂസ് ഗൈസ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ മിനി കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി. ഞങ്ങള് ചെറുതായിട്ട് പുറത്തൊക്കെ പോവാണ്. അപ്പൊ ഇതാക്കണം, ഇതില്ലേ ഈ സാധനം ഇതാക്കണം. ഇത് ഞാൻ ഇന്നലെ ഒരു ക്രീം വാങ്ങിയ തലയിൽ തേക്കാണ്ട് വാക്സ് ആണ്. സാധനം കൊള്ളട്ടെ ഗൈസ്. അത് തേച്ചതിന് ശേഷം മുടി നല്ല സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഇപ്പൊ മനിക്കുന്നില്ലല്ലോ. ഈ പനിയുള്ള എന്നെ കൊണ്ട് നീ ഷോപ്പിങ്ങിന് പോകുന്നില്ല. ഇപ്പൊ മനിക്കുന്നില്ല. എനിവേ ഞങ്ങൾ ഇന്ന് ഹെയർ കളർ ചെയ്യാൻ പോവാണ് ഗൈസ്. കുഞ്ഞു ഏത് കളറാ ചെയ്യുന്നത്? ഗ്രീൻ. ഓ ഞാന് നല്ല അടിപൊളി സിൽവർ ഗൈസ്. ഞാൻ മൊത്തം സിൽവർ അടിക്കാൻ പോവാണ്. ആണ് ഇന്നത്തെ മെയിൻ പ്ലാൻ. യാ, ആ കളറായി കിടക്കും ഗൈസ്. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അടിപൊളിയായിരിക്കും. ഞാൻ താടി ഗോൾഡ് ആക്കും ഗൈസ്. ഓ പൊളിക്ക്. താടി ഗോൾഡ്, അതുപോലെ തന്നെ മുടി എന്താണ് സിൽവർ. സോ ലെറ്റ്സ് ഗോ. എന്ത് ഭംഗിയാണ് ആ വാച്ച് കാണാൻ. ഓ ഗൈസ്, പിന്നെ എന്നോടൊക്കെ ഞാൻ അവിടെ കടന്നുറങ്ങും പിന്നെ പറഞ്ഞു കുഞ്ഞാ ക്യാമറ എടുത്ത് എന്റെ വാച്ചിനെ പറ്റി എന്ത് 2-3 നമ്മതാക്കണം. അപ്പം ഷോപ്പിലെത്തി. അപ്പം ഏതൊക്കെയാണ് പോയി മേടിക്കാൻ വേണ്ടി. അല്ല സിൽവറും ഏതൊക്കെ വാങ്ങേണ്ടത്? പച്ച മേടിക്കണം. പച്ച ഉണ്ടെങ്കിൽ പച്ച വാങ്ങാം. പിന്നെ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവര് സിൽവറും അതുപോലെ തന്നെ വൈറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ ലെറ്റ്സ് ഗോ. കം കുഞ്ഞു, വേറെ എന്തെങ്കിലും വേണം? കഴിക്കാൻ എന്തെങ്കിലും വേണോ ഗൈസ്? അപ്പൊ ഞങ്ങള് സ്പ്രേ ആണ് വാങ്ങുന്നത്, ടെമ്പററി ഇല്ല കുഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ. അങ്ങനെ ഗ്രീന് അങ്ങനത്തെ കളറാണോ? റെഡ് അങ്ങനത്തെ ഒന്നുമില്ലല്ലേ? അപ്പം സോറി. ഏതപ്പോ ഗ്രേ ഉണ്ടോ? അല്ല സിൽവർ ഇല്ലേ? ഓക്കെ സിൽവർ അടിച്ച അത്യാവശ്യം പോപ്പായി കാണുമായിരിക്കും അല്ലേ? അല്ലേ? അപ്പം സിൽവർ നമുക്ക് വാങ്ങാം. വേറെ ഏതാ കളറുള്ള? ഗോൾഡ് അല്ലേ? ഗോൾഡ് ആണോ കോപ്പർ ആണോ നല്ലത്? ഏതായിരിക്കും ഏതാ ബ്രോ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുകയാണ്, എടുത്ത് കാണിക്കുക? ഗോൾഡ് അല്ലേ? സോ നമുക്കിന്ന് ഗോൾഡും സിൽവറും വാങ്ങാം. ഗൈസ്, നമ്മൾ വാങ്ങിയത് ഹെയർ സ്പ്രേ ആണ്. കണ്ട, ഈ സാധനത്തിൽ ടെമ്പററി ആണ്, ഹെയർ കളർ ചെയ്യാ. എനിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. 300 റുപ്പീസ്, രണ്ടും കൂടെ 600 രൂപ. നമ്മളെ തലയിൽ അടിച്ചു കഴിഞ്ഞാല് എന്റെ വൈറ്റ് ഒരു എന്താ പറയാ സ്പേസ് ഗ്രേ അല്ലേ? സിൽവർ ആയി കിട്ടും. ഹെയർ മൊത്തം നമ്മൾ ഇന്ന് സിൽവർ ആക്കും. നല്ല ഭംഗി ഉണ്ടാകണം. അവളത് ഗോൾഡും ആക്കും. ഭംഗി ഉണ്ടാവാക്കൂല. ഞാൻ പറഞ്ഞ വാക്സ് ഇതാട്ടോ ഗൈസ്. ഇതിന്റെ പേരോ ഇത് കൊള്ളാം ഗൈസ്. ഈ സാധനം തേച്ചാൽ മുടി നല്ല വെറ്റായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടി എങ്ങനെയാണ് നമ്മൾ വാർന്നത് അതേമാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്യൂഡിയുടെ ഹെയർ ആണ്. അതാണ് നമ്മൾ ഇന്ന് ഡ്യൂഡിയുടെ ഗ്രീൻ മാത്രം അടിച്ചാൽ നമ്മൾ അവളെ എങ്ങനെ ആയതെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ചെയ്യും. ഓക്കെ, നമുക്ക് എല്ലാത്തിന്റെ എക്സ്പെരിമെന്റ് വേണ്ടേ? ഓക്കെ, സോ നമ്മൾ കാർബോർഡ് എടുത്തേ. ഹായ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ നമ്മള് ഇവള് ഇത് പൈസ കൊടുത്ത് കളർ ചെയ്തതായിരുന്നില്ല, അതൊക്കെ പോയി. അപ്പൊ നമുക്ക് ഈ സ്പ്രേ വർക്ക് ചെയ്യണം നോക്കാം. എന്നിട്ട് വേണം എന്ത് തരുക? എനിക്കിത് മൊത്തം വേണോ? ഓ പിന്നെ അത് കൊണ്ടായി ഇല്ല വിശ്വസിക്ക്. കുറച്ച് തൊമ്പ മാത്രം തൊമ്പ മാത്രം. ഇവിടെ ഓൾറെഡി ഒരു ഗോൾഡ് കളർ ഉണ്ട് കേട്ടോ കോപ്പ്. ഞാൻ എന്താ കറക്റ്റ് മുടി ഇങ്ങനെ വാർന്ന് സെറ്റ്. നമുക്കപ്പോ സാധനം ഇതാക്കണ എടുക്കാം. കുലിക്കണം ആദ്യം. നല്ലോണം ഇല്ലാത്തമാര് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലോണം കുലിക്കണം. ഫസ്റ്റ് ടൈം കേസ് എന്താവുന്നു ഒരു ഐഡിയ. ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്റെ തലയിൽ വൈറ്റ് അടിക്കുള്ളൂ, സിൽവർ അടിക്കുള്ളൂ കേസ്. അല്ലാതെ ഞാൻ പൊട്ടനായിപ്പോ. അതുകൊണ്ട് വേറൊന്നുമില്ല. നീ പൊട്ടത്തി. മുടി എന്തായിപ്പോയി? മുടി പാറിപ്പോ. മുടി താഴത്ത് പിടിക്കും. ഇത് ഈ കളറാണ് കേട്ടോ ഗൈസ്. ഇത് പിടിക്ക്. ഓക്കെ.
പിന്നെ സീരിയസ്ലി ഗോൾഡ് ഒരു മാതിരി കൊണച്ച കളറാട്ടോ. കളർ ഇത് അതിനകത്തുള്ള മറ്റേ കോപ്പർ ആയിരുന്നു. കുറച്ചുകൂടി ഇങ്ങനത്തെ ഇത് ഏതായാലും ഇവിടെ മൊത്തം അടിച്ച് കാണിച്ചു തരാം. അപ്പം ഫുള്ള് നമുക്ക് കഴുകി കഴിഞ്ഞാൽ പോകുന്നതാണ്. അത് പടി പടി പിടിച്ചോ. ഓക്കെ സെറ്റ് അടിക്കട്ടെ. ഓക്കെ അല്ലെങ്കിൽ വേണ്ട ഗൈസ്, കുഞ്ഞു വേണ്ട, ഞാൻ അടിക്കുന്നില്ല. ഓ അവള് ഗോൾഡൻ അടിക്കുക, അവൾക്ക് ഗോൾഡ് ഇഷ്ടപ്പെട്ട്. ഗൈസ് അപ്പൊ നേരിൽ കാണാതെ കൊള്ളാട്ടോ. അതുപോലെ തന്നെ ക്യാമറയിൽ ഇപ്പം കാണുന്നുണ്ട് സെറ്റ്. വിട്ടു വെച്ചിട്ട് അടിക്കണം, അപ്പോഴാണ് കറക്റ്റ് വരും. പക്ഷെ എന്റെ ഇത് തലയിലാണ് മുടി, അപ്പൊ തലയിലൊക്കെ ഇല്ല. പക്ഷെ എനിക്കറിയാം നമുക്ക് ഇവിടെ എന്ത് വെച്ചിട്ട് അടിക്കുക തലയിൽ. ഞാനപ്പോ ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ട് ഗൈസ്. അയ്യോ ഇത് എന്റെ ഐഡിയ ആയിപ്പോയി ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ ഗോൾഡ് ഉണ്ടായിരുന്നില്ലേ? ഇത് ഗിൽറ്റ് കൂടെ ഉള്ളതാട്ടക്ക. ഓ ഇത് എന്റെ മുടിയിൽ ഫുള്ള് ഗോൾഡ് ആയി ഗിൽറ്റ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. സ്കാർപ്പിൽ പോയാ മതി. ഒരു വൃത്തിയിൽ ചെയ്യട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് ഭയങ്കര ഒരു തിളക്കുണ്ട്. മതി അങ്ങനെ അടിക്കരുത് അപ്പം വെള്ളം. ഡിസ്റ്റൻസ് പതിയെ കേട്ടോ. ഡിസ്റ്റൻസ് പേടിയാണ്. മുടി വെട്ടി വൃത്തി നെറ്റ് ഇങ്ങനെ ആക്കിയോ. ഹെയർ നമ്മൾ കളർ അടിക്കാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരത്തില്ല. ആക്കട്ടെ. താഴത്തുനിന്ന് മുകളിലോട്ട് മോള് താഴോട്ടടിക്കല്ല. അങ്ങനത്തെ ടൈപ്പാണ് ഇത്. കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കീപ് യുവർ ഡിസ്റ്റൻസ്. സീനി കുറച്ച് മേലാക്കട്ടെ. ഈ താടിയാക്കണ്ടേ? മൊത്തത്തിലൊന്ന് അടിക്കട്ടെ. അപ്പൊ എന്താ സംഭവം, സിൽവർ അടിച്ചിട്ട് മര്യാദ കിട്ടുന്നില്ലല്ലേ? മര്യാദ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഗോൾഡ് അടിക്കാന്ന് വിചാരിച്ചു. ഓക്കെ നീ ഇങ്ങോട്ടാക്കുന്നത് ഇങ്ങോട്ട് പോയി. നെറ്റിമേലുള്ള നെറ്റിമേലൊക്കെ ആയി. അപ്പൊ മുടിലൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ താടിയിൽ അടിക്കാൻ ഇവിടെ ഗോൾഡൻ താടി ഇട്ടോ. ഞങ്ങളെ ഗോൾഡൻ താടി കൈ ഇങ്ങനെ വെക്ക, കണ്ണിലാവണ്ട. ചെവിയിൽ പോവോ? ചെവി പോയി അടിച്ചാൽ കണ്ണം പൊട്ടിക്കൂ. കുറച്ച് അടുത്ത് അടിച്ചോ. ഇതോടെ അടിക്കാമോ നോക്കാം എന്താ ലാസ്റ്റ്. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ട് ഒന്നുകൂടെ അടിക്കാ വേണമെങ്കിൽ. ഡബിൾ കോട്ട് ഭംഗിയുണ്ടോ? നീ ഏതോ അപ്പിനെ പോയി മുങ്ങിയ പോലുണ്ട്. ഡിസ്കസ്റ്റിംഗ് ബ്രോ. നോ വേ. ഫുഡ് എന്താ കഴിക്കുമ്പോ താഴെ കുത്തിട്ട പോലെ. പക്ഷെ മുടി കുഴപ്പമില്ലല്ലേ? അല്ല രസമുണ്ട്. ഇപ്പൊ നോക്ക്, രണ്ടെണ്ണം കൂടെ നോക്കുമ്പോ എന്തൊരു ഭംഗിയാ കാണാൻ. ഒരു കോട്ടും കൂടി അടിച്ച് സെറ്റ് ആവുക. സെപ്റ്റി ടാങ്കിൽ വീണ പോലെ. ഗൈസ് who is this? What you did to me? What you did to me, darling? What you did to me? നീ എന്നോട് ചോദിച്ചു മേടിച്ചല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല, ഞാൻ മറ്റേ റീലിൽ I ordered that but I get this. Oh my god, what the hell is this guy? എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ഫീൽ ആവുന്നു. ഇത് മുഖത്തത് കുഴപ്പമില്ല.
ആക്കട്ടെ. വേണ്ട വേണ്ട, മുഖത്ത് കുഴപ്പമില്ലല്ലോ. മുഖത്ത് നിങ്ങൾ കാണുമ്പോ എങ്ങനെ ഉണ്ടെന്ന് പറയും, താഴത്ത് കമന്റ് കിട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ താഴത്ത് നോക്കിയ ഒരുമാതിരി ഇവിടെ കടിക്കണം കുറച്ച്. ഡിസ്കസ്റ്റിംഗ് ഗൈസ്, ഭയങ്കര. കാരണം ഈ താടി ഇങ്ങനത്തെ രോമാണ്, അത് ഇങ്ങനെ ഇങ്ങനെ ചാടി കൊഴുത്ത് നിക്കുന്നത് കണ്ടില്ലേ? വേറെ പിന്നെ അത് ഒരിക്കലും വാങ്ങി യൂസ് ചെയ്തിട്ടോ. അതൊക്കെയാ ആ കുഴപ്പമില്ല. ഇത് കൈമല് നല്ലോണം വരുന്നുണ്ട് കണ്ടില്ലേ? ഇത് ഗ്ലിറ്റർ ആണ്. ഇനി നമ്മുടെ സ്കാൽപ്പിന്ന് പോയില്ലെങ്കിൽ സീനാവും. ചെറിയ ഡ്രൈ ആയാല് ഇത് പോവില്ല. ഗ്ലിറ്റർ ആണ്. നോക്ക്, ഡ്രസ്സുമ്പോ ഫുള്ള് ഗ്ലിറ്റർ ആണ്. കളറല്ലത്. ഇത് പോവില്ലേ? പോലാ എനിക്ക് തോന്നിട്ടാ. കൈമത്തൊന്നും കഴുകിട്ട് പോകുന്നില്ല എന്റെ പൊന്നു. ഇത് പോയില്ല. കൈമല് വല്ല ഗ്ലൗസ് ഇടേണ്ടി വന്നായിരുന്നു. ഞാൻ പുറത്തൊക്കെ എങ്ങനെ പോവും ഈ താടി വെച്ച്? ഇതെങ്ങാനും പോയില്ല എന്റെ റബ്ബുലാലാമീനെ തമ്പുരാനെ. തോന്നില്ല ഇത് പോയില്ലേ? ഇത് പിടിച്ചാ ഞാൻ പോട്ടെ. പിടിക്ക്. ബൈ.